ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ രചന സഞ്ചാർ ഓർ രചന BSc പാർട്ട് 1 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ലെസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സെക്കൻഡ് ലെസൺ ആണ് ബേൽപത്ര സേ ബുക്കർ തക്. ബേൽപത്ര എന്ന് പറഞ്ഞ ഗീതാഞ്ജലി ശ്രീ ഉണ്ടല്ലോ, അവരുടെ ഓൾമോസ്റ്റ് ആദ്യത്തെ ഒരു ഇതാണ് കൃതിയാണ്. അതിൽ തൊട്ട് ബുക്കർ പ്രൈസ് വരെ ആളുടെ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഇതിൽ തന്ന വീഡിയോ ഉണ്ടല്ലോ അതിൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ലെസണിൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. हिंदी की विख्यात लेखिका एवं 2022 के अंतर्राष्ट्रीय बुकर प्राइज विजेता श्रीमती गीतांजलि श्री के साथ हुई साक्षात्कार. An interview with the famous Hindi author Srimati Geetanjali Shri, who also won the International Booker Prize in the year 2022. അപ്പോൾ അത് വീഡിയോയിലാണ് വന്നു കൊടുക്കുന്നത്. പക്ഷേ ഈ ലെസണിൽ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന ഭാഷ അനേക് അർജൻ സുൻകർ ഓർ പഠിക്കർ കിയാ ജാതാ ഹെ. ഭാഷ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് അത് കേട്ടിട്ടും പറഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഭാഷ അറിയുന്നത്. ഭാഷ അർജൻ മേ സാക്ഷാത്കാർ കാ बहुत महत्व है. അപ്പോൾ ഭാഷ നമ്മൾ നല്ലൊരു ഭാഷ പഠിക്കണമെന്ന് വെച്ചാൽ സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ട് പേരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭയങ്കര ഒരു വലിയ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ലേൺ എ ലാംഗ്വേജ്. साक्षात्कार के जरिए ही विचारों का आदान प्रदान होता है. അപ്പോൾ സാക്ഷാത്കാർ ചെയ്യുമ്പോൾ മീൻസ് വെൻ വി ടോക്ക് ടു ഈച്ച് അതർ, അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റുക. ആളുടെ വ്യൂ പോയിൻറ്റ്സ് നമുക്കറിയാം. അങ്ങനെയാണ് ഈ ത്രൂ സാക്ഷാത്കാർ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നത്. साक्षात्कार सुनने से व्यक्तियों के बीच विचारों का जो आदान प्रदान होता है उसे हमें समझना चाहिए. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വെദർ ഇറ്റ് ഇസ് എൻ ഇൻ്റർവ്യൂ ഓർ വാട്ട് എവർ വി സീ, അപ്പോൾ അതിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഭാഷയെ കുറച്ചും കൂടി നന്നാക്കാം. സാക്ഷാത്കാർ യാ भेंट वार्ता एक सवाल जवाब वाला दौर होता है. അത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സീയിങ് ഈച്ച് അതർ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്താണ്? സവാൽ ജവാബ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നമുക്ക് ആൻസർ കിട്ടും. തിരിച്ചൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. മീൻസ് ഇത് ഒരു നോർമൽ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക വെച്ചാൽ അങ്ങനെയാണ്. ബട്ട് വെൻ ഇറ്റ് ഇസ് എൻ ഇൻ്റർവ്യൂ, ഡെഫിനറ്റ്ലി ദ ഇൻ്റർവ്യൂവറാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇൻ്റർവ്യൂയി അതിൻ്റെ ആൻസർ തരും. जिसके एक व्यक्ति सवाल पूछता है और दूसरा व्यक्ति उन सवालों का जवाब देता है. मीन्स ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റേ ആൾ അതിൻ്റെ ആൻസർ തരും. वह अपने सामने की दो तरफा बातचीत हो सकती है. वह आमने सामने की दो तरफा बातचीत हो सकती है या इसमें कई साक्षात्कारों और कई प्रतिभागी शामिल हो सकते हैं. ഇതിലിപ്പോൾ 1-to-1 ടോക്ക് ആവാം, അല്ലെങ്കിൽ വേറെയും കുറേ ഓഡിയൻസ് ഉണ്ടാവാം, അവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സാക്ഷാത്കാർ ലേന ബി ഏക് കല ഹെ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതും ഒരു കല തന്നെയാണ്. അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കണം. इसके लिए पर्याप्त परिपक्वता एवं सूझबूझ की आवश्यकता होती है. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ വെറുതെ ബ്ലണ്ടായിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ആളെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ട് കുറച്ച് തലേൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. സംസാരിക്കുമ്പോൾ കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണം, आवश्यकता होती है. साक्षात्कार लेने के कुछ सामान्य नियमों की यहाँ जानकारी दी गई. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഈ ഒരു ലെസണിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത്, साक्षात्कार के लिए सर्वप्रथम जिस व्यक्ति का चयन करना है उसके कार्यक्षेत्र, अभिरुचियों आदि के विषय में पूरी जानकारी प्राप्त कर लेनी चाहिए.
So before the interview, the interviewer should have all information about the interviewee, like his work, his interest. അപ്പോൾ എന്തൊക്കെയാ സർവപ്രഥം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആദ്യം ഫസ്റ്റ് വർക്ക് നമ്മൾ ചെയ്യില്ലേ അത്. അപ്പം ആദ്യം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ആളെക്കുറിച്ച് ഒരു റിസർച്ച് നടത്താം. ആളുടെ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുക. പിന്നെ ആ ഒരു ഗസ്റ്റ് ഒരു സെലിബ്രിറ്റി ആളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്താം. जिस व्यक्ति का साक्षात्कार लेना हो उनके कार्य क्षेत्र के विषय में के अनुसार प्रश्नावली तैयार करें. The interviewer should prepare questionnaire keeping in mind the work area of the interviewee. അപ്പോൾ ആരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണത്, അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യനെയർ റെഡി ചെയ്ത് വെക്കുക. ആളുടെ ഒരു വർക്ക് ഏരിയയിലെ കുറിച്ച് നമുക്ക് എന്തൊക്കെ ആളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും അത് ആദ്യം തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. തേർഡ് വൺ ഇസ് जिसका साक्षात्कार लेना हो उसे मिलकर अथवा दूरभाष के संपर्क स्थापित कर तिथि समय एवं स्थान निश्चित करें. The interviewer should contact the interviewee either in person or on phone and fix the date, time and place of interview. അപ്പോൾ ആരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോണ ആളെ ഒന്നുകിൽ നേരിട്ട് പോയി കാണാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓവർ ഫോൺ ആളുടെ അടുത്ത് സംസാരിച്ചിട്ട് എവിടെ വെച്ചിട്ട് എത്ര മണിക്ക് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും എന്ന് ആളുടെ അടുത്ത് ചോദിച്ചിട്ട് അത് കൺഫേം ചെയ്തിട്ട് ആളുടെ അടുത്തേക്ക് പോവുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രസ്തുത സാക്ഷാത്കാർ के संबंध में भेंटकर्ता से साक्षात्कार का उद्देश्य स्पष्ट करें. Before the meeting, the interviewer should tell the interviewee the purpose or motto of the interview. അപ്പോൾ നമ്മൾ ഏത് സെലിബ്രിറ്റിയുടെ അടുത്തോ ആരുടെ അടുത്ത് പോയാലും അല്ല പൊളിറ്റീഷ്യൻ്റെ അടുത്ത് ആരുടെ അടുത്ത് പോയാലും ആദ്യം തന്നെ എന്ത് ടോപ്പിക്കിലാണ് അവർ സംസാരിക്കാൻ പോകുന്നത് അത് ഇൻ്റർവ്യൂയുടെ അടുത്ത് പറഞ്ഞ് ആളുടെ അടുത്ത് ആ ഒരു സാങ്ഷൻ വാങ്ങിക്കുക. ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നതെന്ന് പറയാം. അത് ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഫിഫ്ത്ത് വരുന്നത് चयनित भेंट नायक से वही प्रश्न करे जिस पर उन्हें किसी प्रकार की आपत्ति ना हो. The interviewer should ask only those questions which the interviewee is ready or comfortable to answer. അപ്പോൾ ആളുടെ അടുത്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്, ആളെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആളെ വെള്ളം കുടിപ്പിക്കാണ്ട് ആൾക്ക് ഉത്തരം തരാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. പിന്നെ ആറാമത്തതാണ് आप जो भी प्रश्न करें लेकिन इसका ख्याल अवश्य रखें कि सामान्य जनता को और की ओर से प्रश्न कर रहे हैं. श्रोता एवं पाठक को अपना प्रश्न अपना जैसा लगना चाहिए. Whenever you ask a question, always keep in mind that general public also are interested in it. The audience or reader should have a feeling that it's something even they wanted to know about the celebrity. അപ്പോൾ ക്വസ്റ്റ്യൻസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആവണം, മീൻസ് ഇറ്റ് ഷുഡ് അട്രാക്ട് ദ കോമൺ പീപ്പിൾ ഓൾസോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആവണം, മീൻസ് എനിക്കതറിയാണ്ടല്ല, ഹം ജാനന ചാഹത്തെ ഹെ, വി വോണ്ട് ടു നോ ദാറ്റ് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ മീൻസ് ആ ഒരു ഫീലിംഗ് വരുത്തണം. ദ പബ്ലിക് വോണ്ട്സ് ടു നോ അബൌട്ട് ദിസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അതുമാത്രമല്ല, ഈവൻ ദ പബ്ലിക് ഷുഡ് റിലേറ്റ് ടു ദോസ് ക്വസ്റ്റ്യൻസ്. ഇത് നമുക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നെക്സ്റ്റ് വരുന്നത് 7th one, साक्षात्कार के समय दोनों का प्रसन्नहित एवं सहज होना अनिवार्य है, आवश्यक है. At the time of interview, both interviewer and interviewee should be in a happy and easy mood. ഏത് ഇൻ്റർവ്യൂ എടുക്കാൻ പോയാലും നിങ്ങളും നല്ലൊരു മൂഡിലാവണം. നിങ്ങൾ ആരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകണം ആളും ഒരു നല്ല വന്നാലേ ആ ഒരു ഇൻ്റർവ്യൂ ഒരു ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷേ ദാറ്റ് ഈസ് യുവർ ജോബ്, യു ഹാവ് ടു ഡു ഇറ്റ്.
പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു മൂഡിലാണെന്ന് അയച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സുഖം ഉണ്ടാവും. ലൈക്ക് യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ആസ്കിങ് സച്ച് ക്വസ്റ്റ്യൻ. പിന്നെ ആളുടെ മൂഡും നല്ലതയച്ചാൽ ആൾക്ക് അത് ആൻസർ ചെയ്യാനും ഭയങ്കര സഹജമായിരിക്കും. ഈസി ആയിട്ട് ആൾക്കും സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് 8th ആണ്. जिनका साक्षात्कार लिया गया हो, यदि उन्होंने उनकी इच्छा है हो तो साक्षात्कार के लिखित अथवा टेप किए हुए अंश को उन्हें दिखा देना. ഈ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഐദർ നമ്മൾ എഴുതിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് ത്രൂ വീഡിയോ ആണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അഥവാ ഈ സെലിബ്രിറ്റി പറയുകയാണ് എനിക്കതൊന്നും നിങ്ങളത് പോസ്റ്റ് ചെയ്യാനൊട്ടും മുമ്പ് എനിക്കതൊന്ന് കാണണമെന്ന് പറയുക ഡെഫിനറ്റ്ലി അവർക്ക് കാണിച്ചു കൊടുക്കാം. When you are taking an interview, if the interviewee wants to see written or a view of the interview, video of the interview, please show it to them. അപ്പോൾ അവർക്ക് കാണിക്കുക, അവർക്കത് കാണണമെന്ന് പറഞ്ഞു. 9th ആണ്, साक्षात्कार के दौरान कोई ऐसी प्रश्न न पूछे जिससे साक्षात्कार देने वाले व्यक्ति की जाति, धर्म अथवा व्यक्तिगत अभिरुचियों को ठेस पहुंचे. That is very important. While interviewing a person, celebrity, don't ask any question related to their caste, religion or any other personal question which will ruin the mood or will make them feel bad. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരെ എന്താ പറയുക വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കൂടുതൽ അവർ നിങ്ങളുടെ ജാതി എന്താ, നിങ്ങളുടെ മതം എന്താ, നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ എന്നൊന്നും ചോദിക്കാണ്ടിരിക്കുക. മീൻസ് നമ്മളതൊരു പ്ലാനായിട്ട് പോയി ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. മറ്റേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ വേറെ പെട്ടെന്ന് അത് അപ്പം തന്നെ ചെയ്യുന്ന ഇൻ്റർവ്യൂസ്. പക്ഷേ ഇതൊരു പ്ലാൻ ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക, മറ്റാളെ ബുദ്ധിമുട്ടിക്കാത്ത അല്ലെങ്കിൽ വിഷമിപ്പിക്കാത്ത രീതിയിൽ ആ ഇൻ്റർവ്യൂ എടുക്കുക. പിന്നെ ലാസ്റ്റ് ആണ്, साक्षात्कार के अंत में धन्यवाद अर्पण करें, ज्ञापन करें. At the end of the interview, please thank them. ഏത് ഇൻ്റർവ്യൂവിലായാലും അവർ വന്ന് പോകുമ്പോൾ നമ്മൾ പറയൂല നിങ്ങളുടെ എത്രയ്ക്കും വാല്യുബിൾ ടൈം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു, വി ആർ വെരി താങ്ക്ഫുൾ, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് എന്ന് നമ്മൾ പറയണം. അത് എന്തായാലും ഏത് ഇൻ്റർവ്യൂവിലായാലും പറയണം. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വീഡിയോ. ഇതിലും പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ ഏതാ, സൺസദ് TV-യിലെ വീഡിയോ ആണ്. അത് ബുക്കർ പുരസ്കാർ से सम्मिलित लेखिका गीतांजलി ശ്രീ സേ സാക്ഷാത്കാർ, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ മുഴുവൻ കണ്ടു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുൾ എഴുതി വെക്കുന്നത്. ഗീതാഞ്ജലി ശ്രീ രചനായ, അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് ഗീതാഞ്ജലി ശ്രീയുടെ രചനായ എന്തൊക്കെയാണ്, ആൾ എന്തൊക്കെ എഴുതുന്നത്. ഗീതാഞ്ജലി ശ്രീ ने 5 उपन्यास और 5 कहानी संग्रह की रचना की है. അപ്പോൾ ആൾ 5 നോവൽസും 5 ഈ ചെറിയ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ബുക്സും ആൾ ഉണ്ടാക്കിയിട്ട് ഉनकी കിതാബ് റേത് സമാധി എന്ന് പറഞ്ഞാൽ ടോംബ് ഓഫ് സാൻഡ് ആ ഒരു ബുക്കിന് വേണ്ടിയിട്ടാണ് ആൾക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. अंतर्राष्ट्रीय बुकर सम्मान, श्री गीतांजलि को साल 2022 में बुकर पुरस्कार से सम्मानित किया गया था. उनकी समिति सम्मानित किया गया था. അപ്പോൾ ഗീതാഞ്ജലി को उनकी बुक रेत समाधि विच इज़ टॉम्ब ऑफ सैंड्स, ആ ബുക്കിലാണ് ആൾക്ക് ബുക്കർ പ്രൈസ് 222 കിട്ടിയത്. ഗീതാഞ്ജലി ശ്രീ की लेखन यात्रा, അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഞാൻ അതിൻ്റെ ആൻസേഴ്സ് പറയാം. गीतांजलि जी कहती हैं कि लेखन यात्रा बहुत निजी यात्रा होती है जिसमें उन्होंने अपने अंदर के उद्वेलन എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടെർമോയിൽ, നമുക്ക് എഴുതണം എന്ന് വരുമ്പോൾ ഇതിങ്ങനെ വരും നമ്മുടെ ഉള്ളിൽ നിന്ന്, ഇതൊക്കെ എഴുതണ്ടേ. उद्वेलन को अभिव्यक्त
करने के तरीके ढूंढते हैं। उन्होंने बेलपत्र से अपनी लेखन यात्रा शुरू की और अभी रेत समाधि तक आ पहुंची है। ये यात्रा लगभग 35 साल पहले शुरू हुई थी। उन्होंने अपनी भाषा को उजागर किया है. അപ്പോൾ അവർ പറയുന്നത് ആൾക്ക് എഴുതണം എന്നൊരു ആഗ്രഹം കുറേ മുമ്പേ ആൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എഴുതണം എന്നൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ആള് ഗ്രാജുവേഷനിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ആ ഒരു ആഗ്രഹം വളരെയധികം കൂടി തുടങ്ങി. അപ്പോൾ ഈ ഇങ്ങനെ എഴുതണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയപ്പോൾ ആൾക്ക് ഏത് ഭാഷയിലാണ് എഴുതണ്ടേന്ന് ഉള്ളൊരു ഇത് വന്നു. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഹിന്ദി തന്നെയാണ് വന്നത്. അപ്പോൾ ആൾ ഹിന്ദിയിൽ എഴുതി തുടങ്ങി. 35 വർഷമായിട്ട് ആൾ എഴുതാണ്. ആളുടെ ഫസ്റ്റ് ഓൾമോസ്റ്റ് 3 ആളുടെ സംസാരത്തിലും ആളുടെ 3 ഷോർട്ട് സ്റ്റോറീസ് ഒരുമിച്ചാണ് വന്നത്. അതിൽ ബേൽപത്രമാണ് ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ബേൽപത്ര സേ ബുക്കർ തക്ക് യാത്ര എന്ന് പറഞ്ഞാൽ, ബുക്കർ എന്ന് പറഞ്ഞാൽ റേത് സമാധി, ടോം ഓഫ് സാൻഡ്സ്, അതിനാണ് കിട്ടുന്നത്. അതുവരയ്ക്കും ഒരു 35 ഇയേഴ്സിൻ്റെ യാത്രയാണ് ആളുടെ. പിന്നെ ആൾ പറയുന്നത് എഴുതും തോറും ആളുടെ ഭാഷ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ആണ് ഇതിഹാസ് കെ വിദ്യാർത്ഥി സെ സാഹിത്യ ലേഖൻ കി ഓർ പ്രയാഗ്. മീൻസ് ആൾ ശരിക്കും ആളുടെ ഗ്രാജുവേഷനിലെടുത്തത് ഹിസ്റ്ററിയാണ്. പക്ഷെ അവിടുന്ന് പിന്നെ ആളുടെ PhD ചെയ്തത് മുൻഷി പ്രേംചന്ദിനെ കുറിച്ചിട്ടാണ്. മീൻസ് അതിലേക്ക് ഹിന്ദിയിലേക്ക് മാറിയ ആൾ. അപ്പോൾ അതിൻ്റെ ഒരു യാത്ര എന്താണ്. गीतांजलि जी के पिता IAS में थे, तो परिवार के सभी उनको भी उसी क्षेत्र में आगे बढ़ने हुए देखना चाहते थे, इसीलिए उन्होंने इतिहास लिया. लेकिन उनके भीतर लिखने की इच्छा बहुत ज़्यादा थी और वो हिंदी में लिखना चाहती थी. तो आगे जाकर उन्होंने प्रेमचंद पे अपना शोध എന്ന് പറഞ്ഞ PhD किया और धीरे धीरे लिखना भी शुरू कर दिया. അപ്പോൾ ആൾ ഇതിഹാസം എടുത്തത് എന്താണ്, ആളുടെ അച്ഛൻ IASലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഗീതാഞ്ജലിയും IASൽ പോകണം തന്നെയായിരുന്നു താല്പര്യം. അത് കാരണമാണ് നിങ്ങൾ നോക്കാച്ചാൽ IAS എഴുതണ പണ്ടൊക്കെ, ഇപ്പോഴത്തെ എനിക്ക് കാര്യങ്ങൾ അറിയില്ല, മിക്കതും ആർട്സിലേക്കാണ് പോകാൻ താല്പര്യപ്പെടുക. അപ്പോൾ അത് കാരണമാണ് ഹിസ്റ്ററി എടുത്തത്. അപ്പോൾ കുറച്ചും കൂടി എക്സാമിനേഷന് കുറച്ചും കൂടി അത് വാല്യുബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആളുടെ ഇൻട്രസ്റ്റ് എഴുതണം എന്ന് ഭയങ്കരമായിട്ട് വന്നു. അപ്പോഴാണ് ആളുടെ PhD മുൻഷി പ്രേംചന്ദിൻ്റെ ടോപ്പിക്കിലാണ് ആളുടെ PhD ചെയ്തത്. സാഹിത്യ ലേഖൻ और इतिहास का पारस्परिक संबंध. അപ്പോൾ റൈറ്റിംഗ് और इतिहास, ഹിസ്റ്ററിയുടെ എന്താണ് സംബന്ധ്, how they correlate to each other. गीतांजलि जी के मुताबिक इतिहास पढ़ना उनके लिए बहुत काम आया. उनके लिए इतिहास ने एक पुल का काम किया. जब वह अपना शोध मुंशी प्रेमचंद पर कर रही थी, इतिहास ने उनका बहुत साथ दिया. അപ്പോൾ ആളുടെ ലൈഫിൽ ഹിസ്റ്ററി പഠിച്ചതിൽ എന്താ ഗുണം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് ഹിസ്റ്ററി ശരിക്കും എനിക്കതൊരു ബ്രിഡ്ജ് പോലെയായിരുന്നു. ബിക്കോസ് ഞാൻ മുൻഷി പ്രേംചന്ദ് എന്ന് പറഞ്ഞാൽ ആൾ ഹിസ്റ്ററിയിലുള്ള ഒരാളാണ്. മീൻസ് ആൾ കുറച്ച് പഴയ ഒരു ലേഖൊക്കെ ആണല്ലോ. അപ്പോൾ അത് കാരണം ഹിസ്റ്ററി എനിക്ക് ശരിക്കും ഒരു ബ്രിഡ്ജിൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് എനിക്ക് അത് കാരണം മുൻഷി പ്രേംചന്ദിൻ്റെ ടോപ്പിക്കിൽ സുഖമായിട്ട് എനിക്ക് എൻ്റെ PhD ചെയ്യാൻ പറ്റി. അതാണ് ആൾ പറയുന്നത്. ഇറ്റ് ആക്റ്റഡ് ലൈക്ക് എ ബ്രിഡ്ജ്, പുൽ की तरह काम आया. प्रांतीय साहित्य को विश्व साहित्य तक पहचान बनाने में अनुवाद की भूमिका. അപ്പോൾ ആൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നമ്മുടെ ലോക്കൽ സാഹിത്യം ഉണ്ടല്ലോ, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, അതിനൊരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ ട്രാൻസ്ലേഷൻ അത് എങ്ങനെയാണ് ഒരു റോൾ പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ അതിൽ ഗീതാഞ്ജലി പറഞ്ഞത്, गीतांजलि जी ने कहा अनुवाद के द्वारा ही उनकी किताब रेत समाधि को विदेशी पाठक तक पहुंचाया गया और उनका इस किताब पर ബുക്കർ പുരസ്കാർ മിൽന സംഭവ് ഹുവ. അപ്പോൾ ആൾ പറഞ്ഞു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്ലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആ ഒരു കാര്യം ആളുടെ ഈ റേത്ത് സമാധി എന്ന് പറഞ്ഞ ബുക്ക് ടോംബ് ഓഫ് സാൻഡ്സ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാരണമാണ് പുറത്തുള്ള ആൾക്കാർക്ക് അത് വായിക്കാൻ പറ്റിയത്. ആ ഒരു ബുക്ക് ഫ്രഞ്ചിലും പ്ലസ് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
That is the only reason why she got a Booker Puraskar, Booker Prize. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് എത്തില്ലായിരുന്നു. അത് എത്തിയ കാരണം എനിക്ക് ബുക്ക്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്ലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു. ബേട്ടിക്ക് പ്രതി ഗീതാഞ്ജലി ശ്രീ കാ വിചാർ, മകളെ കുറിച്ച് ഗീതാഞ്ജലിയുടെ എന്താണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഉൻകാ कहना है बेटियां हवा से बनती है. ആൾക്കാർ പറയുന്നത് വായു കൊണ്ടാണ് പെൺമക്കൾ ഉണ്ടാക്കുന്നത്. बेटियां नरम और मुलायम होती है. दे आर वेरी नरम, സോഫ്റ്റ്. മുലായമും സോഫ്റ്റ് തന്നെ, സോഫ്റ്റ്. നരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ, टेंडर. दे आर वेरी टेंडर एंड सॉफ्ट. यह बहुत ही ज़रूरी है कि बेटियों को खिलने दिया जाए, खुलने दिया जाए. മീൻസ് ഖിൽനെ ഓർ ഖുൽനെ അതൊരു പൊയറ്റിക്കൽ ലാംഗ്വേജ് ആണ്. ഖിൽനെ മീൻസ് അവരെ എപ്പോഴും ഹാപ്പിയായി വെക്കുക, അവരെ ആൻഡ് ഖുൽനെ ദിയാ ജായ്, അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കുക. ഖുൽനെ, ഓപ്പൺ അപ്പ്, ഖുൽനെ ദിയാ ജായ്. ഉन्हें ज़िंदगी में आगे बढ़ने दिया जाए. वॉट एवर दे वॉन्ट टू डू, लेट देम डू. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അപ്പോൾ ആളുടെ അനുസരിച്ച് ഇതാണ് ആൾക്കൊരു പെൺകുട്ടി. മായി സേ റേത് സമാധി തക് കെ സ്ത്രീ പാത്ര. മായി എന്ന് പറഞ്ഞ ഒരു ബുക്ക് തൊട്ട് റേത് സമാധി വരയ്ക്കുള്ള ആളുടെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ലേഖിക कहती हैं काल्पनिक किसी का भी कहती हैं काल्पनिक किसी का भी नहीं होता. काल्पनिक पात्र किसी का भी नहीं, काल्पनिक पात्र किसी का भी नहीं होता. वह अपने भीतर वे अपने चारों ओर से ही കിർദാർ. ഞാൻ എഴുതിയത് എനിക്ക് തന്നെ മനസ്സിലാവില്ല. കിർദാർ അപ്നെ കിർദാർ എന്ന് പറഞ്ഞ ഒരു കിർദാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുടെ സ്റ്റോറിയിലുള്ള പാത്രങ്ങൾ, മീൻസ് ആ ഒരു കിർദാർ चारों ओर से ही बनाती है, लेकिन बहुत सारी महिलाओं को जोड़ कर वह अपना एक किरदार बनाती है. അപ്പോൾ ആൾ പറഞ്ഞു, ഇൻ്റർവ്യൂവർ ആളുടെ അടുത്ത് ചോദിച്ചു, ഈ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ കാൽപ്പനിക്കാണോ, മനസ്സിലുണ്ടാക്കി ഇതൊരു അങ്ങനത്തെ ഒരു കാര്യമാണോ, മീൻസ് മനസ്സിൽ താങ്കൾ തന്നെ സ്വയം ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണോ, അതോ അപ്പോൾ ആ ഒരു അതിന് ഉത്തരം പറയുന്നത് ഒരിക്കലും അല്ല, കാൽപ്പനിക്കല്ല, വെറുതെ അങ്ങനെ മനസ്സിൽ തോന്നുന്നതല്ല നമ്മൾ എഴുതുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന സ്ത്രീകൾ അവരെല്ലാവരും നമ്മൾ നോട്ടീസ് ചെയ്ത് അവരുടെ കുറേ സ്ത്രീകളുടെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുടെ ഒരു കിർദാറിലിടും. മീൻസ് ആളുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ഫീമെയിലിൽ കുറേ സ്ത്രീകളുടെ അതൊക്കെ കണ്ടിട്ടൊക്കെയാണ് ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ അവർ ഉണ്ടാക്കുക. അപ്പോൾ അതാണ് അങ്ങനെയാണ്. അപ്പോൾ ആൾ പറയുന്നത് കാൽപ്പനിക്കല്ല, പക്ഷെ ഒരാളുടെ കഥയല്ല, മനസ്സിലായി, അതൊരു ബയോഗ്രാഫി അല്ല. പക്ഷെ കുറേ പെണ്ണുങ്ങളെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ ആ ഒരു ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുക. അപ്പോൾ കിർദാർ മനസ്സിലായി, ക്യാരക്ടർ. ചിലപ്പോൾ വാക്കുകൾ കിട്ടില്ല, അത് പ്രശ്നം. मानव जीवन में महिलाओं की भूमिका. അപ്പോൾ ആ ഇൻ്റർവ്യൂവർ ഗീതാഞ്ജലി അയ്യരുടെ അടുത്ത് ചോദിച്ചു, ഒരു ലേഡിയുടെ എന്താണ് ഒരു സ്ഥാനം, ഒരു ആളിൻ്റെ അല്ല ഒരു മാനവ ലേഡീസ് ആൻഡ് ജെൻസ് അവരുടെ ഒരു ലൈഫിൽ പെണ്ണുങ്ങളുടെ എന്താ സ്ഥാനം. महिलाएं हर किसी के जीवन में चाहे वो स्त्री हो या पुरुष बहुत बड़ी भूमिका निभाती है. बहुत सारी महिलाएं ऐसी हैं जिन्होंने समाज ने देखकर भी अनदेखा कर दिया. ആൾ പറയാ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ആർ ലൈഫ്. പക്ഷെ നമ്മളുടെ സമാജത്തിൽ എങ്ങനെയാണ് അവരവിടെ ഉണ്ടായിച്ചാലും ഇല്ല എന്നുള്ളൊരു രൂപത്തിലാണ് നടക്കുക. മീൻസ് അവരുടെ ഒരു കാര്യത്തിനും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ലേഖിക കാ രുദാൻ
റുദാൻ ഹമേഷ ऐसे महिलाओं पर गया है. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ സ്ത്രീകളെ കുറിച്ചാണ് അധികം അറിയാൻ ആൾക്ക് താല്പര്യം തോന്നി കൊടുക്കുന്നത്. മീൻസ് അവിടെ അവർ ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ആൾക്ക് ആരും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടറിൽ ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങളുണ്ടാവാം. പിന്നെ ആ ഒരു ക്യാരക്ടർ എവിടേക്കൊക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് സഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ മേത്താണ് ലേഖിക്കാരെ എപ്പോഴും രുചാൻ മീൻസ് ആകർഷിത് അങ്ങനത്തെ ആൾക്കാരുടെ മേത്താണ് ആടുന്നത്. महिलाओं हाँ जगह महिलाओं की जगह हमारी ज़िंदगी में बहुत बड़ी है, जिसे बहुत लोगों ने पहचान कर भी नहीं पहचानी है. അത് വലിയൊരു കാര്യമാണ് ലേഖിക പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഷീ ഈസ് ദ കീ ഓഫ് എ ഫാമിലി, അല്ല കീ മെമ്പർ ഓഫ് ദി ഫാമിലി. ആളില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ എത്രയ്ക്ക് ആ ഒരു സ്ത്രീനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഒട്ടുമില്ല. ഇപ്പം ഹൗസ് വൈഫ് എന്ത് പണിയുള്ള ഒരു പണിയില്ല, സുഖമാണ്. കാലത്ത് എല്ലാവരും പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ടി വി കാണാം, അത് ഇത്. പക്ഷെ ഒരു വീട് കൊണ്ട് നടക്കണേ വെച്ചാലേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വേറെയും കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ മെനു റെഡിയാക്കാൻ അതെന്തൊരു ബുദ്ധിമുട്ടറിയും. പിന്നെ കുട്ടികൾ വന്നിട്ട് അവരുടെ ഓരോരോ കാര്യങ്ങൾ നോക്കാൻ, ആളുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാത്തിനും ദേ ഡിപ്പെൻഡ് ഓൺ ദെയർ വൈഫ്സ് അല്ലെങ്കിൽ ദെയർ മദേഴ്സ്. സോ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ എനി ബഡീസ് ലൈഫ്. ബിക്കോസ് അവരും അവിടെ നിന്ന് മാറിയാൽ പിന്നെ ആ വീടാകെ കോലാഹൽ. എന്താ പറയുക, ഫോൺ ബില്ല് അടയ്ക്കണോ, ഇത് അടയ്ക്കണോ, ഗ്യാസിൻ്റെ കാര്യങ്ങളായാലും ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം എല്ലാത്തിലും ഫീമെയിൽ. പക്ഷെ അവർക്ക് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് ലേഖിക പറയുന്നത്. പക്ഷെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയണത് എല്ലാവർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഭിവ്യക്തി എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻസ് में भाषा का विशेषता. एक्सप्रेशंस में भाषा के विशेषता എന്താണ്? लेखिका कहती हैं कि हर लेखक के भीतर तरह तरह की अभिव्यक्ति रहती है और आप उनको तराशते रहते हैं. ആൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ കുറേയധികം എക്സ്പ്രഷൻസ് ഉണ്ടാവും. അത് ആ എക്സ്പ്രഷൻ നമ്മളത് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ അത് നമുക്ക് എഴുതി തുടങ്ങുക. और वह कुछ आसपास की घटनाओं से भी आती है. उन्होंने कहा कोरोना के समय के महीनों के बारे में भी बात की है. ये सब मन में चलती रहती है और तराशे हुए लफ्ज़ बाहर आती है और किताब बन जाती है. അപ്പോൾ ആൾ പറയണേ നമ്മുടെ ഇമാജിനേഷൻസ് എന്നാണ് നമ്മൾ ഓരോരോ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ വേർഡ്സ് കൊന്ന് അതിൽ എങ്ങനെയാണ് അത് എഴുതാൻ പറ്റുക അത് നോക്കും. ആ എഴുതണ സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്ക് കൊറോണയുടെ സമയത്തെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ആംബുലൻസ് പോണ്, ഹോസ്പിറ്റലിൽ കുറേ ആൾക്കാർ നിൽക്കണ്, ഡോക്ടർ പറയണ ഇവിടെ ഫുള്ളാണ്, എത്ര വലിയ ആളായാലും ഇവിടെ ഫുള്ളാണ്, ഇവിടെ ഇനി ചികിത്സിക്കാൻ കെടുക്കാൻ സ്ഥലമില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. ചിലപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ റൈറ്റിങ്ങിലേക്ക് പോവുക. ആ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫൈനലി നമ്മുടെ ബുക്ക് റെഡിയാക്കണത്. നയ ശബ്ദോं को ढूंढ निकालिए. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയുന്ന വിധത്തിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. യു ഹാവ് ടു ആസ്ക് യുവർ ടീച്ചർ ഓൾസോ. यहाँ पर മാജിക് റിയലിസം की बात की गई है. ഈ ലാസ്റ്റിൽ ഈ ഒരു സംവാദിൽ അവർ മാജിക് റിയലിസമിനെ കുറിച്ച് പറയുന്നുണ്ട്. कोई घटना जैसे घटती है वैसे ही किताब की उतार दी जाती है और नए शब्द लेखन में ढल जाती है. അപ്പോൾ ലേഖിക എന്താ പറയുന്നത്? മാജിക് റിയലിസം എന്ന് പറഞ്ഞാൽ അപ്പം നടക്കുന്ന കാര്യങ്ങൾ ഘടന മീൻസ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതാണ്. അപ്പോൾ അതിൽ നമ്മുടെ മനസ്സിൽ വരുന്ന വേർഡ്സ് തന്നെ എഴുതാണ്. അതിൽ ചിലപ്പോൾ സാഹിത്യം നോക്കുന്നുണ്ടാവില്ല, ഈ സാഹിത്യകാരി വേർഡ്സ് ഒന്നും നോക്കുന്നുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ വേറെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് മാജിക് റിയലിസം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുതിയ ലേഖക്സൊക്കെ റൈറ്റേഴ്സൊക്കെ കുറേ ന്യൂ വേർഡ്സ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നത്.
കുറേ നമ്മൾ കാണാം ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ പറയുന്നത് ഹിന്ദിയിൽ തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ലെസൻ്റെ കാര്യം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ, മീനിങ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ വീഡിയോസിൽ വേണമെങ്കിൽ അത് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ പറയാം ഇങ്ങനൊരു ചാനലുണ്ട്, ഇങ്ങനെ ഒരു മാഡം ഉണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ബൈ.